ഹായ്, കുഞ്ഞുങ്ങളിൽ മോണയോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് ഒരു കുമിള പോലുള്ള സ്വെല്ലിംഗ്, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും കുട്ടികളിൽ ഉണ്ടാകുന്ന കാര്യം സ്പെഷ്യലായിട്ട് പറയാം. ഇതുപോലെ കുട്ടികളിൽ മോണയോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് സ്വെല്ലിംഗ് ഉണ്ടാകുന്ന കാരണം അവരുടെ പാൽപ്പല്ലിൽ ഉണ്ടാകുന്ന പോടാണ്. ആ കറസ്പോണ്ടിങ് ഏത് പല്ലിലാണോ പോടുള്ളത് അതിൻ്റെ സൈഡിലുള്ള മോണയിലായിരിക്കും ഒരു കുമിള പോലെ വീക്കം ഉണ്ടാകുന്നത്. കുട്ടികൾ ഇതുപോലെ വീക്കം കണ്ടു കഴിഞ്ഞാൽ അവർ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ കുറവാണ്, വേദന പറയുന്നതും കുറവായിരിക്കും. ഇതുപോലെ വീക്കം നിങ്ങൾ പാരൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സമയം തന്നെ കുഞ്ഞിനെ ഒരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ റിസ്ക് എടുക്കാതിരിക്കും. ഡെന്റിസ്റ്റ് അത് അസസ് ചെയ്യുന്നു, വീക്കം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. ചില ആൾക്കാരിൽ ചെറിയ രീതിയിലുള്ള വീക്കമാർക്കും ചിലപ്പോൾ നല്ല രീതിയിലുണ്ടാവും. നല്ല രീതിയിലുണ്ടെങ്കിൽ അന്നേരം തന്നെ ആ ഒരു പഴുപ്പിനെ തുറന്നു വിടുന്നു, ശേഷം ആന്റിബയോട്ടിക്സ് തരും. ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ മെഡിസിൻസ് തന്നു വിടും. മെഡിസിൻസ് ആന്റിബയോട്ടിക്സ് ആണ്, അത് നിങ്ങൾ കുഞ്ഞിന് കൃത്യമായി ആ ഒരു ഡോസ് കൊടുക്കുക. പല പേരൻസിനും പേടിയാണ് മെഡിസിൻസ് കൊടുക്കാൻ, അങ്ങനെ ചെയ്യരുത്. കൃത്യമായി നിങ്ങൾ കുഞ്ഞിന് മെഡിസിൻസ് കൊടുക്കുക. ശേഷം അടുത്ത അപ്പോയിന്റ്മെന്റിന് വരുമ്പോഴാണ് ഡോക്ടർ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത്. ആ ഒരു സമയമാകുമ്പോഴത്തേനും വീക്കം ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാകും. ഇനി ഓരോ ട്രീറ്റ്മെന്റ്സ് ഡിസൈഡ് ചെയ്യുന്നത് കുഞ്ഞിന്റെ പ്രായം അനുസരിച്ചാണ്. ഇനി ഈ ആ ഒരു പാൽപ്പല്ല് ഇളകാറായി ആ ഒരു ടൈം അടുത്തതാണെന്നുണ്ടെങ്കിൽ പല്ല് ഇളക്കി മാറ്റുന്നതോടൊപ്പം ആ ഒരു പഴുപ്പിനെ കൂടെ തുറന്നു വിടാം. ഇനിയും ഇരിക്കേണ്ട പല്ലാണ്, അങ്ങനെയാണെങ്കിൽ പൽപെക്ടമി ട്രീറ്റ്മെന്റും ചെയ്യാം. കൃത്യമായി ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക. നമ്മൾ കുഞ്ഞിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കരുത്, കാരണം ആ ഒരു ഇൻഫെക്ഷൻ പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ.